നെല്ല് സംഭരണത്തിന് സംസ്ഥാനം നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം. കർഷക സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ എതിർത്ത് കേന്ദ്രത്തിന് സംസ്ഥാനം കത്ത് നൽകി. നെൽകർഷകർക്കായി സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന വിഹിതം റദ്ദാക്കണമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് കത്തിച്ചാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കർഷക സംഘം പ്രതിഷേധിച്ചത്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. രണ്ടാം വിള നെല്ല് സംഭരണം ആരംഭിക്കാനിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ നീക്കം കർഷകരുടെ ഭാവിയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയെന്ന് സമരക്കാർ പറഞ്ഞു. നമ്മുടെ പൊതു കിണറുകളിലെ വെള്ളം, പൊതു കുളങ്ങളിലെ വെള്ളം അതെല്ലാം വറ്റാതെ വരണ്ടു പോകാതെ ഈ ഭൂമിയെ സംരക്ഷിക്കുന്ന നെൽകർഷകരെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട്, അധിക്ഷേപിച്ചുകൊണ്ട്, കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ബിജെപിയുടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന നട്ടാൽ കുടിക്കാത്ത ഈ ധിക്കാരം അവരുടെ അഖില ലോക കച്ചവടത്തിന് വേണ്ടിയുള്ള എന്തുത്തരവാണ്, ഏതു ശാസ്ത്രീയ അടിത്തറയിലാണ് അവർ ഇത് വിവരിക്കുന്നത്? നെല്ലിന്റെ പ്രോത്സാഹന ബോണസ് അവസാനിപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ എതിർത്ത് കേരളം കേന്ദ്രത്തിന് കത്ത് നൽകിയതായി കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചു. ഈ കരാറുകളെയൊക്കെ ഗൗരവതരമായി കാണുന്ന സാമ്പത്തിക വിദഗ്ധന്മാർ ഈ കാര്യത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ആശങ്ക അസ്ഥാനത്താവുകയില്ല. മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ആശങ്കകൾ അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത്. 1 ലക്ഷത്തിനടുത്ത് നെൽകർഷകരാണ് പാലക്കാട് ജില്ലയിലുള്ളത്. 2024-25 വർഷം 2 ലക്ഷം മെട്രിക് ടൺ നെല്ല് പാലക്കാട് നിന്ന് മാത്രം ശേഖരിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ സർക്കുലർ പാലിക്കപ്പെട്ടാൽ പാലക്കാട്ടെ നെൽകർഷകർക്ക് 150 കോടിയിലേറെ രൂപ നഷ്ടമാകുമെന്നാണ് ആശങ്ക. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.